ഹലോ വെൽക്കം ബാക്ക് ടു ബ്യൂട്ടി ലോഞ്ച്. അപ്പോൾ നമ്മളിന്ന് ബിഗിനേഴ്സ് മേക്കപ്പ് കിറ്റാണ് പരിചയപ്പെടാൻ പോകുന്നത്. ഇവൻ ഞാനും ഒരു ബിഗിനറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ കയ്യിലുള്ള എല്ലാ പ്രൊഡക്ട്സും എല്ലാമല്ല എന്നാലും ഒരു ഒട്ടുമിക്ക പ്രൊഡക്ട്സും ഒരു ബിഗിനേഴ്സ് അഫോർഡബിൾ ആയിട്ടുള്ള അങ്ങനത്തെ ഒരു മേക്കപ്പ് പ്രൊഡക്ട്സാണ്. അപ്പോൾ അതെന്തൊക്കെയാണെന്നാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ ടോപ്പിക്കിലോട്ട് കിടക്കാം. പക്ഷേ ടോപ്പിക്കിലോട്ട് കിടക്കുന്നതിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ ഇതിനെ പറ്റിയിട്ട് പറയാണ്ട്, നമ്മളൊരു മേക്കപ്പിൽ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നതിന് മുന്നേ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അതിൽ ആദ്യത്തെ കാര്യം തന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ സ്കിൻ ടൈപ്പ് എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കുക. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഒട്ടുമിക്കവർക്കും അറിയാവുന്നതായിരിക്കും അവരവരുടെ സ്കിൻ ടൈപ്പ് എന്താണെന്ന്. അതിപ്പോൾ ഓയിലി ആണോ, കോമ്പിനേഷൻ ആണോ, നോർമലാണോ, ഡ്രൈ ആണോ, ഏതാണെന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കുക. അതേപോലെ തന്നെ നമ്മുടെ സെക്കൻഡ് കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിൻ കൺസേൺ എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നമ്മൾക്ക് ഡാർക്ക് സർക്കിൾസ് ആണോ അല്ലെങ്കിൽ പിമ്പിൾസ് വന്നിട്ടുള്ള പോയതിൻ്റെ ആ ഒരു ഡീപ്പായിട്ടുള്ള പാടുകളാണോ, അല്ലെങ്കിൽ ഓപ്പൺ ആയിട്ടുള്ള പോസിൻ്റെ പ്രോബ്ലം ആണോ, അല്ലെങ്കിൽ എന്താ പറയുക നമ്മുടെ മൗത്തിൻ്റെ ഏരിയയിൽ അല്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെ ഡീപ്പായിട്ടുള്ള പിഗ്മെൻറ്റേഷൻ ആണ് പ്രോബ്ലം. അങ്ങനെ എന്താണ് നമ്മുടെ സ്കിന്നിൻ്റെ പ്രോബ്ലം നമ്മൾ അറിഞ്ഞിരിക്കുക. ഇതൊരു ബിഗിനേഴ്സ് മേക്കപ്പ് കിറ്റ് ആയതുകൊണ്ടാണ് ഇത് ഞാൻ പറയുന്നത്. അല്ലാണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് ഫുള്ളായിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തണം എന്നുണ്ടെങ്കിൽ നടത്താം. ബട്ട് ഒരു ബിഗിനറിന് നമ്മൾ എല്ലാം കൂടെ ഒരുമിച്ച് വാങ്ങിക്കേണ്ട കാര്യമില്ല. നമ്മൾ കുറച്ചായിട്ട് പതുക്കെ ബിൽഡ് ചെയ്ത് കൊണ്ടുവന്നാൽ മതി. സോ നമ്മളുടെ സ്കിന്നിൻ്റെ പ്രോബ്ലം എന്താണെന്ന് പറഞ്ഞിട്ട് അതിന് വേണ്ടിയിട്ടുള്ള പ്രൊഡക്ട്സ് മാത്രം വാങ്ങുന്നതായിരിക്കും നമുക്ക് എപ്പോഴും നല്ലത് എന്നാണ് എൻ്റെ അഭിപ്രായം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമുക്കൊരു ഡാർക്ക് സർക്കിളാണ് പ്രോബ്ലം. ഇപ്പോൾ ഒരു കുട്ടിക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള സ്കിന്നൊക്കെ നല്ല അടിപൊളിയാണ്, നല്ല സൂപ്പറായിട്ടുള്ള സ്കിൻ, ഫ്ലോലെസ് ആണ്. ബട്ട് ഡാർക്ക് സർക്കിൾസ് ആണ് ആ കുട്ടിയുടെ പ്രോബ്ലം എന്നുണ്ടെങ്കിൽ വെറുതെ ഫൗണ്ടേഷനൊക്കെ വാങ്ങിച്ച് ഇൻവെസ്റ്റ് ചെയ്ത്, ഒരു ബിഗിനറുടെ കാര്യം ആയതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. ഫൗണ്ടേഷനൊന്നും വാങ്ങിക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് ഒരു കൺസീലർ വാങ്ങുക, ആ ഒരു ഡാർക്ക് സർക്കിൾ ഹൈഡ് ചെയ്യുക, അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ സ്കിൻ കൺസേൺ എന്താണെന്ന് അറിഞ്ഞിരിക്കുക എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മുടെ മൂന്നാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഇത് ഓൺലൈനായിട്ടാണ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹം എന്നുണ്ടെങ്കിലുള്ള കാര്യമാണ് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ ഓൺലൈൻ പർച്ചേസിംഗ് ആണ് നടത്തുന്നതെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി ഒരു ബിഗിനർ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഫൗണ്ടേഷൻ്റെ ഷെയ്ഡ് നിങ്ങൾക്കായിട്ട് മാച്ച് ആവുമോ എന്നുള്ള കാര്യത്തിന്, ഫൗണ്ടേഷൻ എന്നല്ല ഒട്ടുമിക്ക പ്രൊഡക്ട്സും ഫൗണ്ടേഷൻ, കൺസീലർ അങ്ങനെയുള്ള പ്രൊഡക്ട്സ് നമ്മുടെ സ്കിന്നിന് മാച്ച് ആവുമോ എന്ന് അറിയാനായിട്ട് നല്ല ഡിഫിക്കൽട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ യൂട്യൂബിലെ ഏതെങ്കിലും യൂട്യൂബേഴ്സിന് നിങ്ങളുടെ സ്കിൻ ടോണുള്ള ഒരു യൂട്യൂബറിനെ കണ്ടുപിടിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഹെൽപ്ഫുൾ ആയിരിക്കും നമുക്ക് ഓൺലൈനായിട്ട് പ്രൊഡക്ട്സ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഞാൻ ഓൺലൈനായിട്ടാണ് എല്ലാ മേക്കപ്പ് പ്രൊഡക്ട്സും വാങ്ങാറ്. കാരണം എപ്പോഴും നമുക്ക് ഡിസ്കൗണ്ടിലും ഒക്കെ കിട്ടുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓൺലൈനായിട്ടായിരിക്കും മിക്കപ്പോഴും പ്രൊഡക്ട്സ് വാങ്ങാറ്. സോ ഞാൻ കുറച്ച് യൂട്യൂബേഴ്സിനെ, എൻ്റെ ഒരു സ്കിൻ ടൈപ്പുള്ള അല്ലെങ്കിൽ സ്കിൻ ടോൺ അടുത്ത് മാച്ചായി വരുന്ന കുറച്ച് യൂട്യൂബേഴ്സിനെ ഫോളോ ചെയ്തിട്ട് അവർ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റിൻ്റെ ഷെയ്ഡ് നോക്കിയിട്ടാണ് ഞാൻ ഓൺലൈനായിട്ട് സാധനങ്ങൾ വാങ്ങാറ്. അതുകൊണ്ട് തന്നെ എനിക്ക് നന്നായിട്ട് മാച്ചായിട്ട് വരാറുണ്ട് കേട്ടോ. നമുക്കിങ്ങനെ ഒരു ഷെയ്ഡ് തെറ്റിപ്പോയിട്ടുള്ള ഒരു പ്രോബ്ലം ഇതുവരെ നമുക്ക് വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു ടിപ്പാണ്. നിങ്ങൾക്ക് ഓൺലൈനായിട്ട് മേക്കപ്പ് പ്രൊഡക്ട്സ് വാങ്ങണം എന്നുണ്ടെങ്കിൽ നിങ്ങളിങ്ങനെ ഒരു യൂട്യൂബേഴ്സിന്, നിങ്ങളുടെ സ്കിൻ ടോൺ മാച്ച് ആയിട്ടുള്ള യൂട്യൂബേഴ്സിനെ നിങ്ങൾ കണ്ടുപിടിക്കുക, എന്നിട്ട് അവരുടെ ഒരു ഷെയ്ഡ് റേഞ്ച് നോക്കിയിട്ട് നിങ്ങൾ പ്രൊഡക്ട്സ് വാങ്ങാം. ഓക്കെ, അപ്പോൾ നമുക്കിനി നേരെ നമ്മുടെ ബിഗിനേഴ്സ് മേക്കപ്പ് കിറ്റിൽ എന്തൊക്കെയാണുള്ളതെന്ന് നോക്കാം. നമ്മൾ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഉറപ്പായിട്ടും ചെയ്തിരിക്കേണ്ട കാര്യമാണ് നമ്മുടെ സ്കിൻ നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്തിരിക്കണം. അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതിപ്പോൾ ഓയിലി സ്കിൻ ആണെന്നുണ്ടെങ്കിലും ഡ്രൈ സ്കിൻ ആണെന്നുണ്ടെങ്കിലും നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ നമ്മൾ മോയ്സ്ചറൈസർ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു പ്രൈമർ അപ്ലൈ ചെയ്യണം. അപ്പോൾ പ്രൈമർ അപ്ലൈ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ലാർജ് ആയിട്ടുള്ള പോസ് നമ്മുടെ ഫേസിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പ്രൈമർ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊന്ന് ബ്ലർ ചെയ്യാനായിട്ടും ഒന്ന് നമുക്ക് ആ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നല്ലൊരു സ്മൂത്ത് ആയിട്ടുള്ള സർഫസ് തരാൻ വേണ്ടിയും ഈവൺ ആയിട്ടുള്ള സ്കിൻ ടോൺ തരാനായിട്ടും ഈ പ്രൈമർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷേ നിങ്ങളുടെ ഒരു സെൻസിറ്റീവ് സ്കിൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രൈമർ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. കാരണം ഈ പ്രൈമർ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ പോസൊക്കെ നമ്മളിങ്ങനെ ക്ലോസ് ചെയ്ത് വെക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്ലോഗായിട്ട് ബ്രേക്ക് ഔട്ട്സ്, അതായത് ചെറിയ പിമ്പിൾസൊക്കെ വരാൻ സാധ്യതയുണ്ട്. അത് സെൻസിറ്റീവ് സ്കിന്നുകാരുടെ കാര്യമാണ് കേട്ടോ ഞാൻ പറയുന്നത്. അപ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കുക. ഇപ്പോൾ എൻ്റെ കയ്യിൽ കാണിക്കാനുള്ള 2 ടൈപ്പ് പ്രൈമേഴ്സാണുള്ളത്. ഒന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സിലിക്കൺ ബേസ്ഡ് പ്രൈമറും അതേപോലെ തന്നെ എന്താ പറയുക ഒരു ഇലുമിനേറ്റിംഗ് പ്രൈമറുമാണ്. ഈ ഒരു ബ്ലൂ ഹെവൻ്റെ പ്രൈമർ നമ്മുടെ ചാനലിൽ മിക്കപ്പോഴും കാണുന്നതായിരിക്കും. ഈ ഒരു പ്രൈമർ ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് നന്നായിട്ട് നമ്മുടെ സ്കിന്നിനെ എന്താ പറയുക സ്മൂത്ത് ആക്കാനായിട്ടും അതേപോലെ തന്നെ പോസിനെ ബ്ലർ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നൊരു പ്രൈമറാണ്. ആൻഡ് സെക്കൻഡ് വൺ വന്നിട്ട് ഈ ഒരു പ്രൈമറാണ്. ഇത് വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ ഒരു ഇലുമിനേറ്റിംഗ് പ്രൈമറാണ്. നമ്മുടെ പോസൊന്നും ഹൈഡ് ചെയ്യില്ല, ബട്ട് നന്നായിട്ട് നമ്മുടെ സ്കിന്നിനെ ഇലുമിനേറ്റ് ചെയ്യും. അതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന പ്രൈമറാണ്. സോ ഇതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ സ്കിന്നിൻ്റെ കൺസേൺ എന്താണ്, നമുക്ക് എന്താണ് വേണ്ടതെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം എന്ന് പറയാൻ കാര്യം. പോസൊക്കെ ബ്ലറാക്കാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്യാം. എല്ലാം നമുക്കൊന്ന് നല്ല ഗ്ലോയി ആയിട്ടുള്ള ഒരു മേക്കപ്പാണ് നമുക്ക് ആവശ്യം എന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈമർ യൂസ് ചെയ്യാം.
അപ്പോൾ പ്രൈമർ കഴിഞ്ഞിട്ട് നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത് ഫൗണ്ടേഷനാണ്. ഫൗണ്ടേഷനായിട്ട് ആദ്യം തന്നെ കാണിക്കാനുള്ളത് എനിക്ക് ഈ ഒരു ഫൗണ്ടേഷനാണ് വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ ഫോട്ടോ ഫോക്കസ് റേഞ്ചിലുള്ള ഫൗണ്ടേഷൻ. എൻ്റെ ഷെയ്ഡ് വന്നിട്ട് ഡെസേർട്ട് ബേജ് ആണ്. ഇതൊരു മാറ്റ് ഫിനിഷുള്ള ഫൗണ്ടേഷനാണ്. നന്നായിട്ട് ഓഫേഴ്സിൽ ഓൺലൈനിൽ നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അഫോർഡബിൾ ലിസ്റ്റിൽ കയറ്റാൻ പറ്റും. ആൻഡ് ഫുൾ കവറേജുള്ള ഫൗണ്ടേഷൻ ഉണ്ടോ, നല്ല അടിപൊളിയായിട്ടുള്ള ഫൗണ്ടേഷനാണ്. ഇനി സെക്കൻഡ് വൺ വന്നിട്ട് നൈക്കയുടെ SKINgenius ഫൗണ്ടേഷനാണ്. ഇതൊരു ഡൂയി ലുക്കുള്ളൊരു ഫൗണ്ടേഷനാണ്. മീഡിയം ടു ബിൽഡബിൾ കവറേജാണ്. ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് രണ്ട് ഫൗണ്ടേഷൻ. പിന്നെ ഒരു ഫൗണ്ടേഷനുള്ള മെയ്ബിലിൻ്റെ ഫിറ്റ് മീ റേഞ്ചിലുള്ള ഫൗണ്ടേഷൻ. നല്ല ബെസ്റ്റ് ആയിട്ടുള്ള ഫുൾ കവറേജ് ആയിട്ടുള്ള ഫൗണ്ടേഷനാണ്. അപ്പോൾ അത് പക്ഷേ എൻ്റെ കയ്യിലില്ല. ഇതൊക്കെ കഴിഞ്ഞിട്ട് വാങ്ങിക്കാമെന്ന് വിചാരിച്ചിരിക്കുക. ഇത് രണ്ടും കയ്യിലുള്ളതുകൊണ്ട് ഇപ്പോൾ ഞാൻ ഇത് രണ്ടും വെച്ചേക്കുന്ന പറഞ്ഞാൽ ഒരെണ്ണം മാറ്റ് ലുക്കിന് വേണ്ടിയിട്ടും ഒരെണ്ണം ഡ്യൂയി ലുക്കിന് വേണ്ടിയിട്ടാണ് ഇത് രണ്ടും വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് കഴിയുമ്പോൾ എന്തായാലും ഞാൻ മെയ്ബിലിൻ്റെ ഫിറ്റ് മീ ആയിരിക്കും നെക്സ്റ്റ് ഞാൻ എന്തായാലും പർച്ചേസ് ചെയ്യുക. അപ്പോൾ അതാണ് ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തത്. മെയ്ബിലിൻ്റെ ഫിറ്റ് മീ റേഞ്ചിലുള്ള ഫൗണ്ടേഷൻ അത്യാവശ്യം നല്ല ഷെയ്ഡ് റേഞ്ചും ഉള്ള അഫോർഡബിൾ ആയിട്ടുള്ള നല്ല ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ കൂടിയാണ് കേട്ടോ അത്. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് വന്നിട്ട് ഒരു കൺസീലർ അപ്ലൈ ചെയ്യുന്നതാണ്. കൺസീലർ അപ്ലൈ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മുടെ എന്തെങ്കിലും ഡാർക്ക് സർക്കിൾസ് ഒക്കെ ഉണ്ടെങ്കിലൊക്കെ ഒന്ന് ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൺസീലറൊക്കെ അപ്ലൈ ചെയ്യുന്നത്. അതേപോലെ തന്നെ നമ്മളൊന്ന് ഇലുമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഈ ഒരു പോർഷനൊക്കെ ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് ടീ സോണും അതേപോലെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മൾ കൺസീലർ അപ്ലൈ ചെയ്യും. സോ അതിനനുസരിച്ചിട്ട് ഇപ്പോൾ നമുക്ക് ഡാർക്ക് സർക്കിൾസ് ആണ് ഹൈഡ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഏകദേശം നമ്മുടെ സ്കിൻ ടോണിന് മാച്ച് ആയിട്ടുള്ള ഒരു കൺസീലർ വാങ്ങിക്കുക. ഇല്ല നമുക്കൊന്ന് ടീ സോണൊക്കെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിൻ ടോണിനും ലൈറ്റർ ആയിട്ടുള്ള ഷെയ്ഡ് നോക്കിയിട്ട് വാങ്ങിക്കുക. ഞാനങ്ങനെ ഹൈലൈറ്റ് ചെയ്യൽ വളരെ കുറവാണ്. അപ്പോൾ ഈ ഒരു സെയിം ഷെയ്ഡിലുള്ള വെച്ചിട്ടാണ് ഞാൻ എൻ്റെ ഡാർക്ക് സർക്കിൾസ് ഒക്കെ ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാറ്. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത പ്രോഡക്റ്റ്. അപ്പോൾ ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് കോമ്പാക്ട് പൗഡറാണ്. കോമ്പാക്ട് പൗഡറിന് ഞാൻ രണ്ടെണ്ണം കാണിക്കുന്നുണ്ട്. ഒന്ന് വന്നിട്ട് നമ്മുടെ മെയ്ബിലിൻ്റെ ഫിറ്റ് മീ റേഞ്ചിലുള്ളത്, അതേപോലെ തന്നെ ഇത് വന്നിട്ട് ലാക്മിയുടെ സൺ എക്സ്പേർട്ടാണ്. ഇതാണ് ഞാൻ കൂടുതൽ സജസ്റ്റ് ചെയ്യുക. രണ്ടും അടിപൊളിയാണ്. പക്ഷേ ഇതിൽ SPF-ഉം കൂടി ഉള്ളതുകൊണ്ട് നമ്മൾ ടീനേജേഴ്സിനാണെങ്കിലും നമുക്കിപ്പോൾ പുറത്തൊക്കെ പോകാനായിട്ട് ഇതായിരിക്കും കൂടുതൽ ബെസ്റ്റ് എന്ന് എനിക്ക് തോന്നുന്നു. സോ അഫോർഡബിൾ ആണ്. ഓഫ് കോഴ്സ് ഒരു 200 റേഞ്ചിൽ തന്നെ വരുന്നതാണ് രണ്ട് പ്രൊഡക്റ്റും. സോ ഇതാണ് നമ്മുടെ കോമ്പാക്ട് പൗഡർ. അപ്പോൾ നമ്മളൊരു മേക്കപ്പിന് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടുള്ള പ്ലാനിലാണെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ നമ്മൾ വാങ്ങിച്ചിരിക്കുന്ന ഒരു പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബ്രൗ പെൻസിൽ അല്ലെങ്കിൽ ഒരു ബ്രൗ ജെല്ലോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. അപ്പോൾ ഞാൻ അഫോർഡബിൾ റേഞ്ചിൽ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ബ്രൗ പെൻസിൽ ഇത് വന്നിട്ട് മിസ് ക്ലെയറിൻ്റെ ബ്രൗ പെൻസിലാണ്. ഇവിടെ ഒരു ബ്രഷൊക്കെ ആയിട്ട് വരും. നമ്മൾ ഷാർപ്പൻ ചെയ്യണം, അത്രേ ഉള്ളൂ. പക്ഷെ നല്ലൊരു ബ്രൗ പെൻസിലാണ്. അഫോർഡബിൾ റേഞ്ചിൽ ബിലോ 100-ന് നമുക്ക് ഈ ഒരു ബ്രൗ പെൻസിൽ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ പല ഷെയ്ഡിലും കിട്ടും. ഡീപ്പ് ബ്രൗൺ, ലൈറ്റ് ബ്രൗൺ, അങ്ങനെ ബ്ലാക്ക്, ഏത് ഷെയ്ഡ് വേണമെങ്കിലും നമുക്കിതിൻ്റെ അവൈലബിൾ ആണ്. അപ്പോൾ അതുകൊണ്ട് ഇതാണ് ബെസ്റ്റ് അഫോർഡബിൾ റേഞ്ചിലുള്ള ഒരു ബ്രൗ പെൻസിൽ. പിന്നെ കുറച്ചും കൂടെ നമ്മളൊന്ന് ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഓൾമോസ്റ്റ് ഒരു 250 റുപ്പീസിനൊക്കെ നമുക്ക് ഈ ഒരു വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ ബ്രൗ കിറ്റ് അവൈലബിൾ ആയിരിക്കും. ഓഫറിൽ കേട്ടോ, ഓഫറിൽ കിട്ടും എന്തായാലും. അത്രയല്ല, ഇതിന് അത്യാവശ്യം റേറ്റ് ഉണ്ട്. പക്ഷേ നമുക്ക് ഓഫറിൽ ഈ ഒരു ബ്രൗ കിറ്റിന് ഒരു 250 റുപ്പീസിനാണ് ഞാൻ വാങ്ങിച്ചത്. ഇതിൽ വന്നിട്ട് ഇതിൻ്റെ പ്രത്യേകത എന്നുണ്ടെങ്കിൽ നമുക്ക് 2 ഷെയ്ഡ് അവൈലബിൾ ആണ്. ഈ ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡും അതേപോലെ തന്നെ കുറച്ചും കൂടി ഡാർക്ക് ആയിട്ടുള്ള ഷെയ്ഡ്. അപ്പോൾ നമ്മുടെ മാച്ച് ആയിട്ടുള്ള നമ്മുടെ ബ്രൗസിന് മാച്ച് ആയിട്ടുള്ള 2 ഷെയ്ഡ് നമുക്ക് അവൈലബിൾ ആണ്. അതിൻ്റെ ഒപ്പം തന്നെ അതിൻ്റെ മുകളിൽ കാണുന്നത് വൈറ്റ് കളറിലെ വാക്സ് ആണ്. അപ്പോൾ നമുക്ക് ബ്രൗസിനെ നല്ല ഷേപ്പായിട്ട് നിർത്താൻ വേണ്ടി കുറച്ചും കൂടി ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടും ഈ ഒരു വാക്സ് നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ ഈ കിറ്റിൻ്റെ ഒപ്പം നമുക്ക് എന്താ പറയുക, ഈ ഒരു സ്പൂലിയും ആംഗുലർ ബ്രഷും കിട്ടുന്നുണ്ട്. അപ്പോൾ അത് തന്നെ നല്ലൊരു കാര്യമാണ്. പിന്നെ ഒരു പ്ലക്കറും ഉണ്ട്. അതെന്തിനാണെന്നറിയില്ല, ഞാൻ പ്ലക്ക് ചെയ്യാറില്ല. നിങ്ങൾ പിരികം പ്ലക്ക് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും യൂസ്ഫുൾ ആയിരിക്കും. അതിനൊപ്പം തന്നെ ഒരു എന്താ പറയുക, ഒരു മിററും അവൈലബിൾ ആണ്. സോ ഇതാണ് നമ്മുടെ ബ്രൗ കിറ്റ്. നിങ്ങൾക്ക് നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ചുള്ള ബ്രൗ കിറ്റ് നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ്. പക്ഷേ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ഇത് വാങ്ങണം. ഓക്കെ, അപ്പോൾ അടുത്ത പ്രൊഡക്റ്റ് വന്നിട്ട് ഒരു ബ്ലഷാണ് ഗൈസ്. നിങ്ങൾ എൻ്റെ വീഡിയോസ് നേരത്തെയും കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ സ്ഥിരമായിട്ട് കാണുന്നവരാണെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും. നിങ്ങൾ ഇതേവരെ എൻ്റെ മേക്കപ്പ് ട്യൂട്ടോറിയൽസിലൊരു ഒറിജിനൽ ബ്ലഷ് എന്നുള്ള രീതിയിൽ ഒരു പാലറ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. ബിക്കോസ് ഞാൻ എപ്പോഴും ബ്ലഷ് യൂസ് ചെയ്യൽ കുറവാണ്. യൂസ് ചെയ്യുവാണെങ്കിൽ തന്നെ ഞാൻ ഏതെങ്കിലും ലിപ്സ്റ്റിക് അല്ലെന്നുണ്ടെങ്കിൽ ഒരു ലിപ് ബാമാണ് ഞാൻ ബ്ലഷായിട്ട് യൂസ് ചെയ്യാറ്. ഞാനതിന് മുന്നേ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു മെയ്ബിലിൻ്റെ ആലിയ ഭട്ട് റേഞ്ചിലുള്ള ലിപ് ബാം വന്നിട്ട് നല്ല
അടിപൊളിയായിട്ട് ബ്ലഷായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഭയങ്കര നാച്ചുറലായിട്ടുള്ള ലുക്ക് തരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ബ്ലഷ് ട്രൈ ചെയ്ത് നോക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ലിപ് ബാം അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ലിപ്സ്റ്റിക്ക് തന്നെ വെച്ചിട്ട് നിങ്ങൾ ജസ്റ്റ് ബ്ലഷായിട്ട് യൂസ് ചെയ്താൽ മതി. അല്ലാണ്ട് നമ്മൾ വേറൊരു ബ്ലഷ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രൊഡക്റ്റ് വാങ്ങേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ അടുത്ത പ്രൊഡക്റ്റ് വന്നിട്ട് ഒരു ഐ ഷാഡോ പാലറ്റാണ്. ഓഫ് കോഴ്സ് ബിഗിനേഴ്സിന് ഒരു ഐ ഷാഡോ പാലറ്റിൻ്റെ ഒരു അത്യാവശ്യവുമില്ല. പക്ഷേ ഞാൻ ഈ ഒരു ഐ ഷാഡോ പാലറ്റ് സജസ്റ്റ് ചെയ്യും. ബിക്കോസ് ഒരു മൾട്ടി പർപ്പസ് യൂസിന് പറ്റിയൊരു ഐ ഷാഡോ പാലറ്റാണ് ഇത്. ഇപ്പോൾ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഐ ഷാഡോ പാലറ്റ് ഇത് വന്നിട്ട് വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ റോസ് ഇൻ ദ എയർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാലറ്റാണ്. നിങ്ങൾക്ക് ഐ ഷാഡോ ആയിട്ട് യൂസ് ചെയ്യാം, നിങ്ങൾക്ക് ഹൈലൈറ്റർ ആയിട്ട് യൂസ് ചെയ്യാം, ഒരു ബ്ലഷ് ആയിട്ടും കോണ്ടൂർ ചെയ്യാനായിട്ടും ബ്രൗസ് ഫില്ല് ചെയ്യാനായിട്ടും എല്ലാത്തിനും പറ്റുന്ന ഒരു ഐ ഷാഡോ പാലറ്റാണിത്. സോ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ബിഗിനേഴ്സ് മേക്കപ്പ് കിറ്റിൽ ഈ ഐ ഷാഡോ പാലറ്റ് ഇൻക്ലൂഡ് ചെയ്യാൻ കാരണം. ഇതിൽ ഈ ഒരു ബ്രൗൺ ഷെയ്ഡ് വന്നിട്ട് നിങ്ങൾക്ക് ബ്രൗസ് ഫില്ല് ചെയ്യാനായിട്ടും കോണ്ടോർ ചെയ്യാൻ താല്പര്യമുള്ളവരാണെന്നെങ്കിൽ കോണ്ടോർ ചെയ്യാൻ വേണ്ടിയിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഓഫ് കോഴ്സ് ഐ ഷാഡോ ആയിട്ട് അപ്ലൈ ചെയ്യാം, അത് വേറെ കാര്യം. ഞാൻ ഈ ഒരു ഐ ഷാഡോ പാലറ്റിൻ്റെ മൾട്ടിപ്പിൾ യൂസാണ് പറയുന്നത് കേട്ടോ. അതേപോലെ തന്നെ ഈ ഒരു ഗോൾഡൻ ഷെയ്ഡ് വന്നിട്ട്, ഗോൾഡൻ ആണോ, ഈ ഒരു ഷിമ്മർ ഷെയ്ഡ് വന്നിട്ട് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഹൈലൈറ്ററാണ് കേട്ടോ. നല്ല സൂപ്പർ ഹൈലൈറ്ററാണ് ഈ ഒരു ഗോൾഡൻ ഷെയ്ഡ്. പിന്നെ വന്നിട്ട് ഈ ഒരു പിങ്ക് ഷെയ്ഡ് വന്നിട്ട് നമുക്ക് എന്താ പറയുക, നമ്മുടെ ബ്ലഷായിട്ടും യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഐ ഷാഡോ ആയിട്ടും ബ്ലഷായിട്ടും ബ്രൗ പെൻസിലായിട്ടും കോണ്ടോറിങ് ആയിട്ടും എല്ലാത്തിനും നമുക്ക് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും അതേപോലെ എല്ലാം യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐ ഷാഡോ പാലറ്റ് ആയതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഐ ഷാഡോ പാലറ്റ് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നത്. അഫോർഡബിൾ എന്ന് പറയാം, കാരണം ഇതൊക്കെ ഓഫറിൽ വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് അഫോർഡബിൾ റേഞ്ചിൽ തന്നെ പോകുന്ന ഒരു പ്രൊഡക്റ്റാണ്. പിന്നെ മൾട്ടിപർപ്പസും ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. അടിപൊളിയാണ്, നല്ല പിഗ്മെൻറ്റഡ് ആണ്, ഒട്ടും ചോക്കിയല്ല, നല്ല പിഗ്മെൻറ്റഡ് ആയിട്ടുള്ളൊരു പാലറ്റാണിത്. അപ്പോൾ അതാണ് നമ്മുടെ ഐ ഷാഡോ പാലറ്റ്. അപ്പോൾ നമ്മുടെ അടുത്ത പ്രൊഡക്റ്റ് വന്നിട്ട് മസ്കാര അപ്ലൈ ചെയ്യുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ നേരത്തെ ബ്രൗസ് ഫില്ല് ചെയ്യുന്ന കാര്യം പറഞ്ഞ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മുടെ മസ്കാര അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ മസ്കാരയ്ക്കായിട്ട് ഞാൻ രണ്ട് ഓപ്ഷനാണ് കാണിക്കുന്നത്. ഒത്തിരി മെയ്ബിലിൻ്റെയാണ് മസ്കാരയ്ക്ക് എനിക്ക് ഏറ്റവും കൂടുതൽ നല്ല അടിപൊളിയായിട്ട് അഫോർഡബിൾ റേഞ്ചിൽ കേട്ടോ അടിപൊളിയായിട്ട് തോന്നിയിട്ടുള്ളത്. ഇത് വന്നിട്ട് ഹൈപ്പർ കേൾ മസ്കാരയാണ് മെയ്ബിലിൻ്റെ. അതേപോലെ തന്നെ ഇത് ടോട്ടൽ ടെംപ്റ്റേഷൻ മസ്കാര മെയ്ബിലിൻ്റെയാണ്. സോ ഇത് രണ്ടുമാണ് എനിക്കിന്ന് കാണിക്കാനുള്ള പ്രൊഡക്റ്റ് മസ്കാരയുടെ കാര്യത്തിൽ. ആൻഡ് രണ്ടും വാഷബിളാണ് കേട്ടോ. മസ്കാര നമ്മളെപ്പോഴും വാഷബിൾ ആയിട്ടുള്ളതാണ് ഞാൻ എപ്പോഴും വാങ്ങാറ്. നമുക്ക് വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള മസ്കാരയും സെയിം റേഞ്ചിൽ അവൈലബിൾ ആണ്. ബട്ട് ഭയങ്കര ഡിഫിക്കൽട്ടായിരിക്കും ഇത് കളയാൻ വേണ്ടിയിട്ട്. നമുക്ക് ഒരു ബിഗിനറിന് എപ്പോഴും നമ്മൾ ഈസിലി വാഷ് ചെയ്യാൻ പറ്റുന്ന ഒരു മസ്കാര വാങ്ങുന്നതായിരിക്കും നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം. സോ അതാണ് ഈ രണ്ട് പ്രൊഡക്റ്റ്. അപ്പോൾ നമുക്കിനി പറയാനുള്ളത് നമ്മുടെ ഐലൈനറാണ്. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് വന്നിട്ട് നമ്മുടെ ഐടെക്സ് ഡാസ്ലറിൻ്റെ ഒരു ഐലൈനറാണ്. അതൊരു നോർമലായിട്ടുള്ളൊരു പ്രൊഡക്റ്റ്, അങ്ങനെ സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഹൈ വർക്കൊന്നും അത് ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് തീരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ഞാൻ പുതിയൊരു ഐലൈനർ നോക്കി വെച്ചിട്ടുണ്ട്, നമ്മുടെ കൊളോസലിൻ്റെ യെല്ലോ കളറിലുള്ളത്, മേബിലിൻ കൊളോസലിൻ്റെ. സോ അതായിരിക്കും നമ്മൾ അടുത്തതായിട്ട് വാങ്ങാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ഐലൈനർ തീർന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പർച്ചേസ് ചെയ്ത് നല്ല റിവ്യൂ ഉള്ളൊരു പ്രൊഡക്റ്റാണ്. ആൻഡ് അടുത്തതായിട്ട് കാജലിന് വേണ്ടിയിട്ട് ഞാൻ സജസ്റ്റ് ചെയ്യുക, എന്താ പറയുക, നമ്മുടെ ഫേസസ് കാനഡയുടെ മാഗ്നറ്റൈസ്ഡ് കാജൽ. അഫോർഡബിൾ റേഞ്ചിൽ ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള കാജലാണ് കേട്ടോ ഇത്. വേറെയും കൊളോസൽ, മേബിലിൻ്റെ കൊളോസൽ കാജൽ അടിപൊളിയാണ്, ലാക്മയുടെ ഓക്കെയാണ്. അപ്പോൾ അഫോർഡബിൾ ആയിട്ടുള്ള ഒത്തിരി പ്രൊഡക്ട്സ് അവൈലബിൾ ആണ് കാജലിൻ്റെ ബേസിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെപ്പറ്റി പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ആൻഡ് ലാസ്റ്റ് വന്നിട്ട് നമ്മുടെ ലിപ്സ്റ്റിക്കാണ്. ലിപ്സ്റ്റിക്ക് വന്നിട്ട് പ്രത്യേകിച്ചും അതും ഞാൻ പറയുന്നില്ല, കാരണം നമ്മൾക്ക് ഒത്തിരി ഷെയ്ഡ് റേഞ്ചസ് ആണെങ്കിലും ഒത്തിരി പ്രൈസ് റേഞ്ചിലാണെങ്കിലും നമ്മൾ അഫോർഡബിൾ റേഞ്ചിൽ ഒത്തിരി അവൈലബിൾ ആണ്. പിന്നെ പ്രത്യേകിച്ച് ഒരെണ്ണം എടുത്ത് പറയാനുള്ളത് വന്നിട്ട് ഈ ഒരു പ്രൊഡക്റ്റ് നൈക്കയുടെ ഇങ്ങനത്തെ ചെറിയ മിനി സൈസിലുള്ള ലിക്വിഡ് ലിപ്സ്റ്റിക്സും അവൈലബിൾ ആണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഷെയ്ഡൊക്കെ മാറിപ്പോകുന്ന പേടിക്കാണ്ട് നമുക്ക് വാങ്ങാവുന്ന ഒരു പ്രൊഡക്റ്റാണ്. 199 റുപ്പീസിൻ്റെ ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ് കേട്ടോ ഇത് വന്നിട്ട്. ഇതാണ് ഞാനിപ്പോൾ ഇട്ടിരിക്കുന്നത് വന്നിട്ട് മദ്രാസ് കാപ്പിയും നൈക്കയുടെ ചായയും കൂടിയുള്ളൊരു കോമ്പിനേഷനാണ് ഞാനിപ്പോൾ ലിപ്സിൽ അപ്ലൈ ചെയ്തിരിക്കുന്നത്. നല്ലൊരു ലിപ്സ്റ്റിക്കാണ്. ആൻഡ് ഒരു ബിഗിനേഴ്സ് ലിസ്റ്റിൽ ഒരു സെറ്റിംഗ് സ്പ്രേയുടെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, അതുകൊണ്ടാണ് ഞാനൊരു സെറ്റിംഗ് സ്പ്രേ എടുത്ത് പറയാത്തത് കേട്ടോ. സോ അത് നമ്മൾ സ്കിപ്പ് ചെയ്യാണ്. അപ്പോൾ ഇതോടെ നമ്മുടെ വീഡിയോ ഇന്ന് ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു, യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം. പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടെ മറക്കല്ലേ. അടുത്ത വീഡിയോയിലൂടെ കാണാം. ടിൽ ദെൻ സ്റ്റേ പോസിറ്റീവ് ആൻഡ് ബി ഹാപ്പി. ബൈ.